ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നിങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. ഫാദർ, യോ കിങ്ഡം കം. കിങ്ഡം ഓഫ് ഗോഡ് മീൻസ് റൈറ്റിയസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ സ്പിരിറ്റ്. നീതി, സമാധാനം, സന്തോഷം. അതാണ് ദൈവരാജ്യം എന്നാൽ. അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീതി വരണമേ, സമാധാനം വരണമേ, സന്തോഷം എല്ലായിടത്തും വരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദാനിയേൽ ചാപ്റ്റർ 2 വേഴ്സ് 31 ഓൺവേഴ്സ്. അതായത് കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റിയാണ്. കിങ്ഡം ഓഫ് ദ വേൾഡ്, ഈ രാജ്യത്തിലെ ഈ ലോകത്തിലെ രാജ്യങ്ങൾക്കെല്ലാം എന്ത് സംഭവിക്കുമെന്ന് നെബൂഖദ്നേസർ രാജാവിന് ഒരു സ്വപ്നം കൊടുത്ത ദൈവം. അത് വ്യാഖ്യാനിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ദാനിയേലിനെ വിളിച്ച് ദാനിയേൽ വ്യാഖ്യാനിച്ച കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദാനിയേൽ പറയുകയാണ്, രാജാവ് കണ്ട ദർശനം വലിയൊരു ബിംബം, ഒരു വലിയ ബിംബമാണ് കണ്ടത്. വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. ദാനിയേൽ പറയുകയാണ് രാജാവിനോട്, അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ഇത് കേൾക്കണം. ഒന്നാമത് തന്നെ ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. തിരുമനസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറിഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് എല്ലാം തകർത്തു കളഞ്ഞു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തിലെ രാജ്യങ്ങളെ എല്ലാം തകർക്കാൻ വേണ്ടി യേശു ക്രിസ്തു വരുമെന്ന്. അത് 44-ാമത്തെ വചനത്തിലുണ്ട്. ദ ഗോഡ് ഓഫ് ഹെവൻ വിൽ ഡിസ്ട്രോയ് ഓൾ ദ കിങ്ഡംസ് ഓഫ് ദിസ് വേൾഡ് ആൻഡ് വിൽ സെറ്റ് അപ്പ് എ കിങ്ഡം ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ എന്ന്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കണ്ടോ? ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ താൽക്കാലികമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദർ ഈസ് നോ സേഫ്റ്റി ഇൻ ദിസ് എർത്ത് കിങ്ഡം. എർത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കിങ്ഡം, ഇത് എപ്പോൾ വേണേലും തകർന്നു പോകാം, എപ്പോൾ വേണേലും മാറിപ്പോകാം. പക്ഷേ ഈ സ്വർഗരാജ്യം എന്ന കിങ്ഡം, സ്വർഗത്തിലെ രാജ്യം, ആ കിങ്ഡം, സ്പിരിച്വൽ കിങ്ഡം വിൽ ബി പെർമനൻറ്റ് ആൻഡ് ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ. അതാണ് ഈ നെബൂഖദ്നേസർ രാജാവിന് കാണിച്ചു കൊടുത്ത സ്വപ്നമാണത്. ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും അങ്ങേരോർത്ത് ഞാൻ വലിയ രാജാവാണ്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ സൂപ്പർമാനാണെന്നൊക്കെ പറഞ്ഞ് വീമ്പടിച്ച് നടക്കുന്ന മന്ത്രിമാരും രാജാക്കന്മാരും പ്രധാനമന്ത്രി, പ്രസിഡന്റ്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അതെല്ലാം ഇളകിപ്പോൾ ഒരു ദിവസം ഡിസ്ട്രോയ് ചെയ്യും. സ്വർഗത്തിൽ നിന്ന് വരുന്ന രാജാതിരാജാവായ യേശു ക്രിസ്തുവാണ് ഈ രാജ്യങ്ങളെല്ലാം നശിപ്പിച്ച് സ്വന്തം രാജ്യം, ആമേൻ, സ്ഥാപിതമാക്കാൻ പോകുന്നു. നമ്മളും ആ യേശുവിൽ വിശ്വസിക്കുന്നവർ, നമ്മളും ആ രാജാതിരാജാവിൻ്റെ കൂടെ സിംഹാസനത്തിലിരിക്കുന്നു, ഭരിക്കുന്ന ഒരു നാൾ വേഗം വരുന്നു. ആമേൻ. സോ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. സെയിം തിങ് ഈസ് റിട്ടൺ ഇൻ റെവലേഷൻ ചാപ്റ്റർ 11 വേഴ്സ് 15 ഓൾസോ. The kingdoms of this world has become the kingdoms of our Lord and of Christ, and he shall reign forever and ever. ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യവും യേശു ക്രിസ്തുവിൻ്റെ രാജ്യമാകുന്ന ദിവസം വരുന്നു. അത് കഴിഞ്ഞ് he shall reign forever. യേശു ക്രിസ്തു സിംഹാസനത്തിലിരുന്ന് നിത്യമായി എന്നേക്കും ഭരിക്കുമെന്നാണ്. ഈ രാജ്യം എത്ര നാളുണ്ട് അറിയാൻ പറ്റിയില്ല. പക്ഷേ ദർ ഈസ് ആൻ എവർ ലാസ്റ്റിംഗ് കിങ്ഡം ഗോഡ് ഈസ് ഗോയിങ് ടു എസ്റ്റാബ്ലിഷ്. യേശു വന്നത് അതിനാണ്. യേശു വന്നത് മനോഹരമായൊരു രാജ്യത്തിൽ നിന്നാണ്. സ്വർഗത്തിലാണ്, സ്വർഗീയ രാജ്യം. ആ രാജ്യത്തിൽ നിന്നാണ് താഴേയിലേക്ക് വന്നത്. എന്തിനാണ്? നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഈ സാത്താൻ്റെ ഈ രാജ്യമെല്ലാം, ഈ എർത്ത് കിങ്ഡം, ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആദം ഹവ്വായും പാപം ചെയ്തപ്പോൾ സാത്താൻ അങ്ങോട്ട് കൈമാറി കൊടുത്തു. നീ എല്ലാം എടുത്തോ, നീ അധികാരം എടുത്തോ, എല്ലാം അങ്ങനെയാണ് പവർ ആൻഡ് അതോറിറ്റി ആൻഡ്
whatever God, the glory എല്ലാം അങ്ങോട്ട് സാത്താൻ ഏറ്റെടുത്തു. ഇപ്പം സാത്താനാണ് ഭരിക്കുന്നത്. സാത്താൻ ഭരിച്ചാലും ദൈവമക്കൾക്ക് സാത്താൻ്റെ മേൽ അധികാരമുണ്ട്. നമുക്ക് സാത്താൻ്റെ മേൽ അധികാരമുണ്ട്. സാത്താന് തലയൊക്കെ തകർത്തു യേശു. അപ്പോൾ ഏറ്റെടുത്ത അധികാരം, സാത്താൻ ഏറ്റെടുത്ത അധികാരം യേശു അത് തിരിച്ച് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. സോ ഹീ ഹാസ് ഗിവൺ അസ് ബാക്ക്. ആ തലയെ തകർത്തുകൊണ്ടാണ് യേശു കുരിശിൽ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ ഓൾ ദ വർക്ക്സ് ഓഫ് ദ ഡെവിൾ ഹാസ് ബീൻ ഓവർ, ഇറ്റ് ഈസ് ഓൾ ഫിനിഷ്ഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രയും എല്ലാം സാത്താൻ്റെ തലയെ തകർത്തുകൊണ്ട് ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു, അധികാരം തിരിച്ചു തരുന്നു. നിങ്ങളുടെ കൈകൾക്ക് അധികാരം, നിങ്ങളുടെ കാലുകൾക്ക് അധികാരം, നിങ്ങളുടെ വായിലധികാരം, നിങ്ങളുടെ തലയിൽ, നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾക്ക് അധികാരവും അഭിഷേകവും തരുന്നു, പൊസിഷൻ തരുന്നു, സ്ഥാനം തരുന്നു എന്ന് യേശു പറഞ്ഞ് എല്ലാം ക്രൂസിൽ നിവൃത്തിയാക്കി. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു പ്രാവശ്യം കരങ്ങൾ ഉയർത്തി കർത്താവേ എനിക്ക് വേണ്ടി ചെയ്ത ഈ വൻ കാര്യങ്ങൾക്കായി നന്ദി, മഹാ സാക്രിഫൈസ്, ഗ്രേറ്റ് സാക്രിഫൈസിനായി നന്ദി എന്ന് പറഞ്ഞ് കർത്താവ് ചെയ്ത ത്യാഗം കാരണം യേശു സ്വന്തം ജീവൻ കൊടുത്ത് ബലി കൊടുത്താണ് നമ്മളെ രക്തത്താൽ വീണ്ടെടുക്കുന്നത്. നമ്മളെ പർച്ചേസ് ചെയ്തതാണ് യേശുവിൻ്റെ രക്തത്താലാണ്. പൊന്നോ വെള്ളി എന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് എന്ന് 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 18-19 പറയുന്നു. അങ്ങനെ അഴിഞ്ഞു പോകുന്ന ഒരു വസ്തുക്കളല്ല, കോടികൾ കൊടുത്ത് പണം കൊടുത്തല്ല മേടിച്ചത്, പക്ഷേ സ്വന്തം രക്തം അവസാന തുള്ളി വരെ ഊറ്റി തന്ന് നമ്മളെ വീണ്ടെടുത്ത യേശുവിനെ എത്ര പേർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും? എത്ര പേർ? ഹൗ മെനി ആർ ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ്? Be thankful. Don't take salvation for granted. Don't take anything for granted. Blood of Jesus, don't take it granted. സിമ്പിളായിട്ട് എടുക്കരുത്. എല്ലാത്തിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇതെല്ലാം ഫ്രീ ഗിഫ്റ്റാണ്. പക്ഷേ നമ്മൾ നന്ദി പറയണം. എന്നും നന്ദിയുള്ള ഹൃദയത്തോടെ നന്ദിയുള്ള കുഞ്ഞുങ്ങളായി ജീവിച്ചാൽ ദൈവം എത്ര വലിയ അനുഗ്രഹങ്ങളാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് സ്വർഗരാജ്യം വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിലും വലിയ വലിയ നിക്ഷേപങ്ങൾ, വലിയ വലിയ അനുഗ്രഹങ്ങൾ, സമ്പത്ത് എല്ലാം നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ നന്ദി പറയുന്നു. അങ്ങ് തന്ന രാജ്യത്തിനായി നന്ദി. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്വർഗരാജ്യത്തിനായി നന്ദി എന്ന് പറയാം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.